മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ചേലക്കരയുടെ ജനമനസ്സറിയാം. നോക്കാം. റൈറ്റ് വിഷൻ ജനമനസ്. ഇത്തവണ ചേലക്കര എങ്ങോട്ടാണ് ചായ? എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇടത്തോ വലത്തോ? പ്രദീപിന്റെ അടുത്താണ്. പ്രദീപിന്റെ കൂടുതൽ സാധ്യത. ഇപ്പോഴത്തെ പുതിയ പഴയ ആളാണ്. ഇവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. അതിന്റെ പേരിൽ ആളാവാൻ സാധ്യതയുള്ളൂ പ്രദീപ്. UDF അവരുടെ ഒരു ഇപ്പോൾ നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അവർക്ക്, അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. കാരണം അപ്പോൾ സർക്കാർ മാറും, എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ശിവൻ വീട്ടിക്കൊന്ന് ഇവിടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയാണ്. പൊതുവെ UDF പുറത്തുനിന്ന് ഒരാളാണല്ലോ വരാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ പരിചയക്കാരനാകുമ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ആൾക്ക് മുൻതൂക്കം നല്ല പരിചയം, നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും പ്രവൃത്തി പരിചയമുള്ളത് പ്രദീപല്ലേ. അപ്പം അതിൻ്റെ പേരിൽ ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീട്ടിൽ നല്ല മനുഷ്യനാണ്. ഇവിടെയുള്ള ആൾ തന്നെയാണ്. പഞ്ചായത്തിലൊക്കെ നിന്നിട്ടുള്ള നല്ല പരിചയമുള്ള ആൾ തന്നെയാണ്. പ്രദീപ് തന്നെ ചെയ്യും. കാരണം വികസനം നല്ല വികസനമാണ്. അതെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. UDF ഒരാൾ എന്തെങ്കിലും സാധ്യത ഉണ്ടാവും? ശിവൻ വീട്ടിൽ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയല്ലേ? അതെനിക്ക് തോന്നുന്നില്ല. ചേലക്കര അപ്പോ ഞങ്ങൾ കോൺഗ്രസിന്റെ പുറത്തുവരാ. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് കിട്ടണമെന്നല്ലേ. അപ്പോൾ ഒരുവിധം ചോദിക്കണവരോടൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന പറയുന്നു. ഉറപ്പായിട്ടൊന്നും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ കിട്ടുന്നതാണ് പ്രതീക്ഷ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ഓരോ സ്ഥലത്തും പോകുമ്പോഴോ പിന്നെ ആൾക്കാരിന് പറയുന്നതെന്നോ ഇതുപോലൊരു കമ്മ്യൂണിസ്റ്റിൻ്റെ പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. അച്യുതാനന്ദൻ ഉണ്ടായിട്ടുണ്ട്, നായനാർ ഉണ്ടായിട്ടുണ്ട്, EMS ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഇത് കാണിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 72 കോടി രൂപ ഇയാള് ചികിത്സയ്ക്ക് അമേരിക്കക്ക് പോകാൻ. മുഖ്യമന്ത്രിയോടുള്ള ഇഷ്ടക്കുറവ് മറ്റു പല സ്ഥലങ്ങളിലും വോട്ട് കുറയാൻ സാധ്യത. അതാണ് നമ്മൾക്ക്. അതുപോലെ ഇപ്പൊ ഈ 2 കൊല്ലം 2022 മുതൽ 2024 വരെ 42 കോടി രൂപ ഈ പ്ലെയിൻ ചാർജ് പേപ്പറിൽ കണ്ടത് ആൾക്കാർ പറഞ്ഞതാണ് നമ്മളോട്. അപ്പോൾ അയാളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഇയാളോട് ഇഷ്ടക്കുറവൊന്നുമില്ല സ്ഥാനാർത്ഥിയോട്. പക്ഷേ ഇവരുടെ ഇത് കാരണം ശിവൻ വീട്ടിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ തന്നെ അവൻ നല്ല പ്രവർത്തനം വെച്ചാൽ 2 കൊല്ലം 2 പ്രാവശ്യം പിന്നെ പഞ്ചായത്ത് മെമ്പറായി, പിന്നെ സൊസൈറ്റി പ്രസിഡന്റായി. അപ്പോൾ ഒക്കെ നല്ല പ്രവർത്തനമെന്നാണ് പറയണത്. നമ്മൾ നേരിട്ടൊന്നും വരില്ല. അവനവിടെ സമാഹരിക്കുന്നുണ്ട് അവർ. പക്ഷെ അവരുടെ കാര്യമില്ല. അത് കണ്ടമാനം കാശിറക്കണ്ടേ, കണ്ടമാനം പൈസ ഇറക്കണ്ടേ. അതുകൊണ്ടുള്ളൊരു ഇതാണ് അവർക്ക്. എവിടെ നോക്കിയാലും അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവിടെ പൈസ ഇല്ലാത്തൊരു പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ തവണ ചിലക്കര മാറ്റം ഉണ്ടാവും. എന്തായാലും UDFന്റെ സൈഡിലേക്കാവും കാറ്റ് വീശുക. കാരണം 10-15 വർഷമായിട്ട് വികസനം എന്ന് പറയുന്നത് കുട്ടികൊഴിക്കുന്നല്ല, വികസനപരമായിട്ട് ഒന്നും ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല. അവർ പ്രധാനമായിട്ട് പറയുന്നത് ഒരു മായന്നൂർ റോഡാണ്. വർഷങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ചും ഗവൺമെൻറ് അതാത് വരുന്ന സമയത്ത് വരുന്ന ഗവൺമെൻറ്റുകൾ ഫണ്ട് വിലയിരുത്തിയിട്ടാണ് പിന്നെ ആ വർഷത്തിൽ പാലം പണി തുടങ്ങിയത്. അതുപോലെ LDFന്റെ പക്കലേക്ക് അതിൻ്റെ വികസനം എത്തിയെന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ ഒരു തെറ്റായ പരസ്യത്തിൻ്റെ മുകളിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്ര വികസനം വന്നിട്ടൊന്നുമില്ല. അതായത് മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ചേലക്കര മണ്ഡലം വളരെ പിറകിലാണ്. ഈ ശിവൻ വീട്ടിൽ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെ പരിചയക്കാരനാകുമ്പോൾ ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ബന്ധമുള്ള ആളാണ്. 2 തവണ കൊണ്ടാഴി പഞ്ചായത്തിൽ മെമ്പറായിരുന്നു, സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. പിന്നെ പൊതുജനങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരുപാട് ആൾക്കാർ തൊഴിലില്ലാതൊക്കെയാണ്. അപ്പം അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. BJPയുടെ ഒരു മുന്നേറ്റം ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പും ചെറിയ രീതിയിൽ ഒരു വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സാധ്യത? അപ്പോൾ ഈ 2 ഇതിനും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പക്ഷേ മറുകണ്ഠം ചാടാം അങ്ങനെ രീതിയിൽ
പോകാനുള്ള സാധ്യത? ഈ തവണ BJP വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അതിങ്ങനെ പൊതുവെ അവർക്ക് ഒരു നല്ല ട്രെൻഡാണ് പറയുന്നത്. അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലെ UDF അല്ലെങ്കിൽ LDF പിന്നെ വേറൊരു സീറ്റുകൾ സാധ്യത വളരെ കുറവാണ്. ഇത്തവണ UDF വരുള്ളൂ. കാരണം എന്താ? 10 വർഷമായില്ലേ ജനങ്ങളൊരു ആഗ്രഹിക്കുന്നുണ്ട്, ഭരണം വേണം, മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. UDF തന്നെ വരുള്ളൂ. നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ ഇപ്പോൾ ഇത്തവണത്തെ ഒരു ചാട്ടം എങ്ങോട്ടായിരിക്കും തിരഞ്ഞെടുപ്പിൽ? തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇവിടെ പ്രദീപ് ജയിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തകരാണ് ഇവിടെ കൂടുതലും. അതുകൊണ്ട് ഇവിടെ പ്രദീപ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാലും BJP 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുണ്ട്. 2ാം സ്ഥാനത്ത് BJP? കാരണം കോൺഗ്രസ് അതമ്പതിച്ചിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിലുള്ള ഒരുവിധമുള്ള പ്രവർത്തകരൊക്കെ ഇപ്പോൾ BJPയിലാണ്. കോൺഗ്രസിൽ ഇത്തവണ ഒരു പരിചയക്കാരനായിട്ടുള്ള ആളെയാണല്ലോ. പരിചയക്കാരനാണെങ്കിലും പുള്ളിക്കാരന് വോട്ട് സ്വാധീനിക്കാനുള്ള കഴിവില്ല. ചേലക്കര UDFിന്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ചോപ്പിന്റെ കോട്ടയെ പ്രാവശ്യം UDF തിരിച്ചു പിടിക്കുന്നതാണ് പറയുന്നത്. കാരണം എന്താ പറയുക? ഒരു മാറ്റം വേണ്ടേ? മാറ്റം വേണം, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന 10 കൊല്ലവരായിട്ട് LDF ഭരിക്കാൻ തുടങ്ങിയിട്ട് ഫുള്ള് കോറികളും മാഫിയ സംഘങ്ങളുടെ ഇതാണ്, തേരോട്ടാണ് ഇവിടെ. വികസനങ്ങൾ കുറവാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന റേസ് പാർക്ക് ഇവർ കൊടുക്കുന്നതാണ് LDF സർക്കാർ. അതിൻ്റെ അവസ്ഥ അറിയാലോ, ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ചേലക്കര റോഡിൻ്റെ അവസ്ഥ തന്നെ അറിഞ്ഞൂടെ. വികസനം കാഴ്ചവെച്ച റോഡിൻ്റെ അവസ്ഥ നമ്മുടെ ശരിക്കും പറയാ കുപ്പിയുടെ അടപ്പ് പോലെ ടൗണ്. പ്രാവശ്യം മാറ്റം ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉറപ്പാണ്. പ്രദീപ് ആള് നല്ല ആളാണ്, നല്ല വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ വന്നോട് കൂടിയിട്ട് ഈ 10 വർഷം നമുക്ക് നാശനം ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്ത് കാരണം വിലക്കയറ്റാണെങ്കിലും പിന്നെ അല്ലാതെ തന്നെ ഓരോ പ്രളയ ഫണ്ട്, റോഡിൻ്റെ അവസ്ഥ, പിന്നെ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചുരൽമലയത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇപ്രാവശ്യം എന്തായാലും അധികാരത്തിൽ വരിക UDF തന്നെ ആയിരിക്കും, സംശയമില്ല. എന്തായാലും BJP ഇപ്രാവശ്യം ഒരു 4-5 സീറ്റിൽ BJP കയറും. ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. വികസനം എല്ലാ കാര്യങ്ങളും LDF ആണ്. അപ്പം അതുകൊണ്ട് ജയിക്കാൻ സാധ്യത. ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ജയിക്കും, അത് വാസ്തവം എനിക്കറിയാവുള്ളൂ. ഭൂരിപക്ഷം ആര് ജയിച്ചാൽ ഒരാൾ ജയിക്കും, അത് സത്യമാണ്. ആരാണെന്ന് ഒന്നും കണക്കൂട്ടൊന്നും പറ്റിയല്ല. അത് ജനങ്ങൾ നിശ്ചയിക്കണം. ജനങ്ങൾ നിശ്ചയിക്കണം ആര് പോകണം, ആര് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ജനങ്ങൾ നിശ്ചയിക്കണം. അല്ലാണ്ട് അത് ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം ആരോടും പറയുകയും വേണ്ട, പറയുകയില്ല. അവർക്കറിയാം പഴയ കാലമൊന്നും അല്ല. ഇപ്പം ജയിക്കുന്ന പാർട്ടിയല്ല, ആര് നിന്ന് ഇവിടെ ഇത് ഇവിടെ നടക്കാതെ അവൻ അതുകൊണ്ട് അത് പറയാം, ആഗ്രഹിക്കുന്നില്ല. ചേലക്കര നോക്കാനൊന്നുമില്ല, ഇടതുപക്ഷം തന്നെയാണ്. ഇല്ല. ആരെന്ത് പറഞ്ഞാലും അത് മാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുള്ള വികസനങ്ങൾ തന്നെയാണ്. അതെ, നല്ല വികസനമാണല്ലോ. ഇപ്പൊ ചേലക്കര ആക്കിയത് അവരാണല്ലോ. നടക്കില്ല, അത് ഇലക്ഷൻ അല്ലേ, അപ്പൊ എന്ത് വേണമെങ്കിലും പറയാം. LDF തന്നെ. ഇല്ല. വെച്ചാൽ അതന്നെ ഇവിടെ മാർക്കറ്റിന് തന്നെയാണ് ചാൻസ് കൂടുതൽ. ഉള്ള ട്രെൻഡ് നമുക്ക് തോന്നുന്നില്ല. BJP നമ്മുടെ ഈ ഏരിയയിൽ എന്തായാലും കിട്ടില്ല. ഇപ്പൊ പുറന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എന്റെ ഒന്നുമില്ല അഭിപ്രായം.
എന്നാലും ആരായിരിക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എന്നാലും ആരെങ്കിലും ഏതൊരു പാർട്ടി ജയിക്കുമല്ലോ. അല്ല, ഞാൻ എന്താ അറിയോ, മൊത്തത്തിൽ ഒരാളെ അഭിപ്രായം പറയില്ല. നമ്മളൊരു കച്ചവടക്കാരനാണ്, നമ്മൾ എല്ലാരും വേണം. അതെ, എല്ലാരും വേണം. എന്നാലും ഒരു വേറെ അഭിപ്രായം ഇല്ല. ഒരു ട്രെൻഡ് ഇല്ല. അടുത്ത വർഷം ജയിക്കും. അടുത്ത വർഷം ജയിക്കും. ഉറപ്പാണ്. LDF ജയിക്കും. UDF-നുള്ള സാധ്യതയൊന്നുമില്ല. ഇല്ല, ഒരു അതായത് ഇപ്പൊ സർക്കാരിനോടുള്ള UDF ഇവിടെ ചേലക്കരയിൽ 2ാം സ്ഥാനത്തേക്ക് പോകുന്ന തോന്നുന്നു. മൂന്നാമത്തെ തവണയും അല്ലേ? ഉരുക്കുകോട്ട LDF-ന്റെ ഉരുക്കുകോട്ടയായി മാറി ഇവിടെ. ചേലക്കരയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. LDF തന്നെയാണ്. 1996 മുതൽ ബഹുമാനപ്പെട്ട കെ രാധാകൃഷ്ണൻ തുടക്കം വെച്ചതാണ് ഇവിടുത്തെ വികസനങ്ങളും കാര്യങ്ങളും. അതിൻ്റെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ളതാണ് URP എന്ന് പറയുന്ന UR പ്രദീപ്. ആൾ തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു 25,000 വോട്ടിനെങ്കിലും ഇവിടെ ചെയ്യും. 25,000 വോട്ട് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ വോട്ട് കുറച്ച് കുറയും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം എത്ര 26 അല്ലായിരുന്നു? അല്ല, 26 അതിന് മേലെ പോവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടും കൂടുതലേ പോവുള്ളൂ. റീ ഇലക്ഷൻ്റെതല്ലേ പറയുന്നത്? റീ ഇലക്ഷനെക്കാട്ടും കൂടുതലേ ഉണ്ടാവുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ പ്രദീപും രാധേട്ടനും അല്ലാണ്ട് വേറെ ആരും ഇവിടെ ഇല്ല. ഒരു രക്ഷയില്ല. ഈ മണ്ഡലത്തിലുള്ള ആൾ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു രക്ഷയില്ല. UR പ്രദീപിന്റെ സ്വാധീനം, കെ രാധാകൃഷ്ണന്റെ സ്വാധീനം, പിന്നെ പാർട്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. നിങ്ങൾ ചുറ്റുവട്ടങ്ങൾക്ക് നോക്കിക്കോ, വികസനങ്ങൾ എന്താന്ന് നിങ്ങൾ നിങ്ങളുടെ ക്യാമറകൾ കൊണ്ട് തന്നെ നോക്കിക്കോ. കോളേജുകളായാലും ഹോസ്പിറ്റലായാലും സ്കൂളുകളിൽ SMT സ്കൂളൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് കവച്ചു വെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയ്ക്കും ഇതിലാണ് പോണത്. പൊതുവെ ട്രെൻഡ് കേരളത്തിൽ മൊത്തം LDF-നുള്ള ട്രെൻഡ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ നമ്മുടെ വീട്ടമ്മമാർ തന്നെ ഇറങ്ങിയിരിക്കുകയല്ലേ. വീട്ടമ്മമാർ 36 വയസ്സിന് മേലുള്ള ആളെ വീട്ടമ്മമാർ ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഭർത്താക്കന്മാരത്ത് ഇപ്പൊ കെഞ്ചിയിട്ട് ചോദിക്കണ്ടേ, ഒരു 100 രൂപ 200 രൂപ തരുമോ ചോദിക്കണ്ടേ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മാസം അവർക്ക് 1000 രൂപ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുകയാണ്. ഭരണത്തിൽ വന്നു കഴിഞ്ഞാലേ വരുമ്പോ അവര് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ എന്താന്ന് ഇപ്പൊ ഈ എല്ലാ ചാനലും കാണുന്നല്ലേ. ബസ്സിൽ KSRT ബസ്സിൽ ഫ്രീ, പിന്നെ 3000 രൂപ പെൻഷൻ. ആദ്യം അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന പെൻഷൻ തന്നെ 600 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നതിന് അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അത് പിണറായി വിജയൻ വന്നിട്ടാണ് കൊടുത്തത്, സഖാവ് വന്നിട്ടാണ് കൊടുത്തത്. ഒരു മാറ്റം വരില്ല, ഒരിക്കലും വരില്ല. പറഞ്ഞവർ തന്നെയാ, യാതൊരു മാറ്റമില്ല. കേരളത്തിലൊട്ടാക്കി ചേലക്കര മണ്ഡലത്തിലും LDF പറഞ്ഞവർക്ക് തന്നെയാ. ചേട്ടൻ എന്താ പറയാ? ഏരിയ 30 മുകളിൽ നോക്കിയാൽ അവിടെ ജയിക്കുള്ളൂ. അല്ല, BJP 2ാം സ്ഥാനത്ത് വരുന്നതാണ് പറയുന്നത്. അതെ. അപ്പൊ UDF ഇല്ല, UDF അല്ലല്ലോ, ലീഗിന്റെ സീറ്റല്ലേ. മുൻഗണനയൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. മനസ്സിലായോ? LDF തന്നെ, അതൊരു മാറ്റമില്ല. ഭരണം LDF തന്നെ കിട്ടുള്ളൂ. അത് അവരുടെ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏത് നിങ്ങൾ എല്ലാ സ്ഥലത്തും പോകണമല്ലേ, കാണുന്നില്ലേ? റോഡുകൾ കാണുന്നില്ലേ, പാലങ്ങൾ കാണുന്നില്ലേ, പെൻഷൻ കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? 4 മാസം പെൻഷനാണ് ഇട്ടിരിക്കുന്നത്, 2 മാസം പെൻഷൻ 4000 ഇട്ടിരിക്കുന്നത്. പിന്നെന്താ അവർക്ക് വോട്ട് ചെയ്യാനല്ല അത് ചെയ്യണത്, പാവങ്ങളുടെ കയ്യിൽ എത്തിക്കുക. അതാണ് വോട്ട് കിട്ടിയോ കിട്ടിയില്ലയോ. ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ മറ്റുള്ളവർ വിജയിച്ചു കഴിഞ്ഞാലും പറയുന്നുണ്ട്. അവര് ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോ ഈ 500 ഉള്ളതിന് 600 ആക്കിയപ്പോ ഈ 18 മാസം അവിടെ കുടിശ്ശിയായിട്ട് കടന്നോ? എപ്പോഴാ കൊടുത്ത്? ഈ ഭരണം കയറിയിട്ടല്ലേ കൊടുത്തു അല്ലേ? നിങ്ങൾ നിങ്ങളൊക്കെ കാണുന്നതല്ലേ? അതിന് മുമ്പ് കൊടുത്തൊന്നുമില്ലല്ലോ. പിന്നെ ഇവര് കയറിയിട്ട് അതിന് 1500 1000 ആക്കി, പിന്നെ അത് 1500 ആയി, പിന്നെ അത് 2000 ആക്കി. ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ പണ്ട് ഖജനാവ് എന്ന് പറയുമ്പോൾ വാരിക്കോരി ജനങ്ങൾക്ക് കൊടുക്കും. അല്ല, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പല സാധനങ്ങളുടെ വിലക്കയറ്റം അതെല്ലാം അത് ഇവരുടെ കയ്യിൽ പറ. കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് വിലക്കയറ്റത്തിന്റെ കാര്യമൊന്നും ഈ കേന്ദ്ര ഗവൺമെന്റിന് വഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഈ മുഖ്യമന്ത്രിന് നെഞ്ഞത്ത് കയറിയാൽ മതി ജനങ്ങൾ. വിലക്കയറ്റത്തിന് കാരണം കേന്ദ്രം. പിന്നെന്തോ കേന്ദ്രത്തിൽ നിന്നാണ് സാധനം വിലക്കയറ്റം വരിക. പെട്രോളിനായാലും ഡീസലിനായാലും മണ്ണെണ്ണയ്ക്കായാലും ഒരു അരി സാമാനത്തിന് എല്ലാത്തിനും അവിടെ തന്നെ വരണം.
ചേലക്കര മാറില്ല. ചേലക്കര മാറില്ല, അത് ചോപ്പന്നെ. ചോപ്പന്നെയാണോ? അത് ചോപ്പന്നെ. അല്ല, ആള് പറഞ്ഞ പോലെ BJP 2ാം സ്ഥാനം വരുമോ? അത് എനിക്കറിയില്ല. അല്ല, ഇവിടെ CPM പറഞ്ഞ നല്ല ഭരണമാണ്. അവർ കാഴ്ച വെച്ചിട്ടുണ്ട്, എന്തും കൊണ്ട് മുൻപന്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പ്രതിപക്ഷം തന്നെ ജയിക്കും, ഉറപ്പാണ്. ഓ തീർച്ചയായും, ഷുവർ. അത് ആർക്കും എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ 8-5 അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് സ്വാഭാവികമാണ്. പക്ഷെ അത് ഇതിലേക്ക് ബാധിക്കില്ല. ഇത് വ്യക്തികൾക്കുള്ള പ്രാധാന്യം ഈ ഗവൺമെന്റിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൺമുന്നിൽ കാണാമല്ലോ. കേട്ടറിവേക്കാൾ കൺമുന്നിൽ കാണാമല്ലോ. ഏറ്റവും വലിയ നമുക്ക് കാഴ്ചയാണല്ലോ. അത് കണ്ടറിവുണ്ട്. പിന്നെ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. അപ്പോൾ അത് ചിന്തിക്കുക. ഒരു ഇനിയും വേണം, ഈ തുടർന്ന് ഈ ഭരണം വേണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഒരു ഉമ്മയ്ക്കായാലും വാപ്പയ്ക്കാർക്കായാലും ചായക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല. അവർക്ക് മരുന്ന് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ പൈസ ആവശ്യമില്ല. അതല്ല നമ്മൾ കേരള ഗവൺമെന്റിനെ കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ പോലുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ച് സെറ്റിൽ ചെയ്തിട്ട് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഭരണമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് വീണ്ടും തുടർന്ന് പോകും എന്നുള്ളത് നല്ല കുറേ ഉദ്ദേശമുണ്ട്. ഭൂരിപക്ഷം ഒരു 37-ന് മുകളിലേക്ക് പോകും. ഉറപ്പാണോ? ഉറപ്പാണോ? ഓ തീർച്ചയായിട്ടും. പ്രദീപം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമല്ല, നല്ല വ്യക്തിയാണ്. തീർച്ചയായിട്ടും കയറി പൊട്ടും. ഉണ്ട്. പിന്നെ പാർട്ടിയിൽ ചിഹ്നത്തിലല്ലേ നിൽക്കണേ, ഇഷ്ടപ്പെടുന്ന പാർട്ടിയല്ലേ, ആരും ചെയ്യും. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?